5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ബിടെക് കുട്ടന്മാർക്ക് എന്ത് പറ്റി? അവർ ബിടെക് വരെ പഠിച്ചതല്ലേ. പക്ഷെ അവർ പല ആളുകളും മഹാപുരുഷന്മാരും വെള്ളിക്കരണ്ടിയും സ്വർണ്ണക്കരണ്ടിയുമായിട്ടൊക്കെ ജനിച്ച കുടുംബങ്ങളുള്ളവരായിരിക്കും. യുദ്ധം കണ്ടിട്ടില്ല, സങ്കടം കണ്ടിട്ടില്ല, ദുരന്തങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യസ്നേഹമോ അല്ലെങ്കിൽ രാജ്യത്തിലെ പൗരന്മാരുടെ ഇഷ്ടമോ അവരോടുള്ള ഐക്യദാർഢ്യമൊന്നും പ്രഖ്യാപിക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പ്രത്യേകിച്ച് ദുബായിലൊക്കെ പോയി നല്ല ജോലിയൊക്കെ കിട്ടിയില്ലേ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുമൊക്കെ സംസാരിക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷ വരുത്താൻ വേണ്ടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സേനാംഗങ്ങളാണ് നമ്മുടെ അതിർത്തിയിൽ സിയാച്ചിലും മഞ്ഞുമലകളിലുമൊക്കെ ഉറക്കമൊഴിഞ്ഞും അല്ലാതെയും ഒക്കെ ജീവിക്കുന്നത്. അവർ വല്ലപ്പോഴുമായിരിക്കും വീട്ടിൽ വരാൻ കഴിയുക. കുടുംബം എന്ന് പറയുന്നതൊക്കെ അവർക്കൊരു സ്വപ്നം മാത്രമായി നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ പിൻബലത്തിലാണ്, രക്ഷാബലത്തിലാണ് നമ്മൾ ഈ ബഹളമെല്ലാം കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വൃത്തികെട്ട പണിക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറയുന്ന ന്യായമാണ് ഭയങ്കര ഒരു തള്ളിമറിക്കുന്നത്. തെറ്റ് ചെയ്തു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, വിളിച്ചത് ശരിയായില്ല എന്ന് പറയുന്നതിന് പകരം അപ്പുറത്തെ ഹാളിൽ വന്ന ആളിനെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലേക്ക് ഞങ്ങൾ വിളിച്ചതല്ല, കയറി വന്നതാണ്. അപ്പോൾ കയറി വന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു സ്വീകരണം കൊടുക്കണ്ട, സംസാരിക്കാൻ അവസരം കൊടുത്തു. സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ അപ്രീതി പറഞ്ഞ എന്താണ്? കേരളത്തിൽ പോയിട്ടുണ്ട്, ഭക്ഷണം ഇവിടെ എപ്പോഴാണ് കേരളത്തിൽ വന്ന് അദ്ദേഹം സീരിയസ് ആയി ഒരുപാട് ഭക്ഷണം കഴിച്ചത്. വല്ല മാച്ചിന് വരുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ്? അവരുടെ മെനു അനുസരിച്ചുള്ള ഭക്ഷണമൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉള്ളത് കൊടുക്കുമെന്നുള്ള അല്ലാതെ കേരളത്തിലെ എല്ലാ ഭക്ഷണവും കേരളത്തിലെ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, കേരളീയർ നല്ല സുന്ദരനാണ്, സുന്ദരിമാരാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും സ്റ്റേജിനെ കയ്യിലെടുക്കാൻ പലതും വിളമ്പിയിട്ട് പോയി. നിങ്ങൾ അവിടെ കൈയടിച്ചു, നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നു, പുറത്തുപോയി സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവന്നു, അവിടെ കൈയടിച്ചു, സെൽഫി എടുത്തു, പാട്ടുപാടി, ഡാൻസ് ചെയ്തു, ടോർച്ച് ലൈറ്റ് തെളിയിച്ചു, പിന്നെ മൊബൈലിലെ ടോർച്ച് ലൈറ്റ് അടിച്ചു, വലിയ ബഹളമുണ്ടാക്കി. വലിയ ഒരു DJ പാർട്ടിയുടെ മോഡലിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? അവസാനം നിങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ? ആരെല്ലാം തള്ളിപ്പറഞ്ഞു? കുസാറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ തള്ളിപ്പറഞ്ഞു, ഇന്ത്യ രാജ്യം നിങ്ങളെ തള്ളിപ്പറഞ്ഞു, ദുബായിയുടെ ഭരണാധികാരികൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞു, അവിടുത്തെ മുനിസിപ്പാലിറ്റി നിങ്ങളെ തള്ളിപ്പറഞ്ഞു, എല്ലാവരും നിങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ? എന്തിനീ അബദ്ധവേലകൾ കാണിക്കാൻ പോകുന്നു? നിങ്ങൾക്ക് കുറച്ചെങ്കിലും രാജ്യസ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേജിൽ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ വിളിക്കാതെ അദ്ദേഹം അപ്പുറത്തെ ഒരു പരിപാടിക്ക് വന്ന കൂട്ടത്തിൽ ആരെങ്കിലും പോയി വിളിച്ച് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻസ് പ്രോഗ്രാമിന് ഇവിടെ കൂടെ കയറിയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ശരി, അദ്ദേഹം വന്നാൽ അദ്ദേഹം വന്നിട്ട് പോട്ടെ. പക്ഷെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചു, പാട്ടുപാടി, സകലതും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, നിങ്ങൾ അതിനനുസരിച്ചുള്ള മ്യൂസിക് ഇട്ടു, എല്ലാം ചെയ്തു കൊടുത്തു. അഫ്രീദ് ആരാന്നറിയാവോ? അയാൾ ഇതെന്ത് ചെയ്തു എന്നറിയാവോ? പാകിസ്ഥാനിലെ അപ്പം തന്നെ അദ്ദേഹം വാട്സപ്പിലും ഫേസ്ബുക്കും വഴി പാകിസ്ഥാൻ അറിയിച്ചു. പാകിസ്ഥാനിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ പോയത് എന്താണെന്നറിയാവോ? ഇന്ത്യയിൽ അഫ്രീദിക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങളോടൊപ്പമാണ്, ദുബായിലെ കുട്ടികളും മലയാളികളും ഒക്കെ ഞങ്ങളോടൊപ്പമാണ്. ആരാണ് ഈ അഫ്രീദി? അദ്ദേഹം പറയുന്നത് വളരെ രസകരമാണ്. ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ, അല്ലെങ്കിൽ ചെറിയൊരു പടക്കം എങ്ങനെയെങ്കിലും പൊട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറയും. 8 ലക്ഷം ആളുകൾ സൈന്യമാണ് ബോർഡറിൽ കിടക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് ഇന്ത്യക്ക് നിങ്ങളെ 26 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ കളിയാക്കുകയും പാകിസ്ഥാന്റെ ഇരുന്നു കൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ വളരെ മോശമായ പോസ്റ്റിങ്ങുകൾ നടത്തുകയും പാകിസ്ഥാൻ ഭീകരവാദികളെ, നമ്മൾ വധിച്ച ഭീകരവാദികളുടെ ഫ്യൂണറൽ ചടങ്ങിന്, സംസ്കാര ചടങ്ങിന് പങ്കെടുക്കുകയും പാകിസ്ഥാൻ KJ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ പോകുന്ന അഫ്രീദി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ഇന്ത്യക്കെതിരെ സിക്സർ അടിച്ചാൽ അപ്പോൾ തന്നെ ഉടൻ തന്നെ അള്ളാഹുവിനെ വിളിക്കുകയും വളരെ വലിയ സന്തോഷം കാണിക്കുകയും ഇന്ത്യ എന്ന രാജ്യത്തെ അടിച്ച് അതേ പ്രതീതിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അഫ്രീദിയെ നിങ്ങൾ എന്തിനാണ് വാഴ്ത്തുപാട്ട് നടത്തിയത്? നിങ്ങൾ അങ്ങനെ വാഴ്ത്തിപ്പാടിയപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ സിന്ധൂറിലെ മരിച്ചുപോയ സഹോദരന്മാരെ നിങ്ങൾ ഓർത്തോ? ജീവിച്ചിരിക്കുന്ന സിന്ധൂരം നഷ്ടപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഓർത്തോ? നിങ്ങൾ എന്തിനാണ് ഇത് കാട്ടിക്കൂട്ടിയത്? ശുദ്ധ തോന്നിയവാസമല്ലേ ചെയ്തത്? തെമ്മാടിത്തരമല്ലേ ചെയ്തത്? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എന്തുപറ്റി? NIA-യുടെയും ദേശീയ ഏജൻസികളുടെയും അതുപോലെ ദുബായിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെയും കണ്ണിലെ കരടായി മാറി. അവരുടെ നിരീക്ഷണത്തിലല്ലേ നിങ്ങളും നിങ്ങളുടെ കുടുംബവും? നിങ്ങൾ ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു, നിങ്ങൾ വെബ്സൈറ്റ് പ്രൈവറ്റ് ആക്കി, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി. എന്തെങ്കിലും നേരിടാനുള്ള തൻ്റെ ഇടം കുട്ടികളായ നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ എല്ലാവരും? ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞു. നാഷണൽ മീഡിയ ഒക്കെ ഇത് കവർ ചെയ്തു. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇത് രാജ്യസ്നേഹത്തിന്റെ പ്രശ്നമാണ്, ഇത് ദേശദ്രോഹത്തിന്റെ പ്രശ്നമാണ്, ഇത് ഭീകരവാദത്തിന്റെ പ്രശ്നമാണ്, മത തീവ്രവാദത്തിന്റെ പ്രശ്നമാണ്. അത് കേവലം ഒരു അഫ്രീദി ഒരു ഹാളിൽ വന്ന് സംസാരിക്കുന്നതിൻ്റെയോ ഡാൻസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല. ഇതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുള്ള ആരും ഇതിന്റെ ഭാരവാഹികളായിട്ടില്ലേ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. എന്തായാലും പറ്റിയത് പറ്റി.
കൃത്യമായ ക്ഷമാപണവും മാപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തിപ്പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്തായാലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA-യും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും, അത് ഇൻ്റർനാഷണൽ ഏജൻസികളും സംസ്ഥാന ഏജൻസിയും രാജ്യത്തിലെ ഏജൻസികളും ഒരു കണ്ണ് നിങ്ങളിൽ കൂടി വച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ കുടുംബാംഗങ്ങളും നിരീക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള പോസ്റ്റിങ്ങുകളായാലും കാര്യങ്ങളായാലും എല്ലാം വളരെ ഗൗരവമായി ചിന്തിച്ച് രാജ്യസ്നേഹപരമായ ഒരു പ്രവർത്തികളിൽ ഏർപ്പെടുക. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ പൗരത്വം മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ മാറ്റുക. നമ്മുടെ രാജ്യം പാവപ്പെട്ടവരുടെയും ദരിദ്രൻ്റെയും പട്ടിണിക്കാരൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ രാജ്യമാണ്. അവരെ പ്രതിനിധീകരിച്ച് പോയി നിൽക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും ഈ രാജ്യത്തെ അപമാനിക്കരുത്, അപമാനിതരാക്കരുത്. ഇവിടുത്തെ ജനങ്ങൾ ദരിദ്ര കോടികൾ ഒന്നും എന്തെല്ലാം കൊടുക്കാമെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അതെല്ലാം വേണ്ട എന്ന് പറഞ്ഞിട്ട് രാജ്യസ്നേഹത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ആ സമൂഹത്തെ നിങ്ങൾ കൊച്ചാക്കി കാണരുത്, ചെറുതാക്കി കാണരുത്. പ്ലീസ്, നിങ്ങൾ തിരുത്തണം. തിരുത്തേണ്ടത് നന്നായി തിരുത്തി ഇനിമേലിൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനവും ചെയ്യില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് എത്താൻ കഴിയണം. നമുക്ക് BJP, മോഡി അല്ലെങ്കിൽ ആ മോഡിയോട് താല്പര്യം വരാതിരിക്കാം, BJPയോട് താല്പര്യമില്ലാതിരിക്കാം, സംഘികളോട് താല്പര്യമില്ലാതിരിക്കാം, ഇതെല്ലാം ഇരിക്കാം. പക്ഷേ രാഷ്ട്രത്തോട് നമുക്ക് താല്പര്യമില്ലാതിരുന്നാൽ, രാജ്യ സംവിധാനങ്ങളോട് താല്പര്യമില്ലാതിരുന്നാൽ, അന്യ രാജ്യക്കാരൻ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി KJ വിളിച്ചാൽ, അവിടെയുള്ള ആളുകൾക്ക് സ്വീകരണം കൊടുത്താൽ അതിനൊരു ന്യായീകരണമില്ല. അത് പറയുമ്പോൾ നിങ്ങളെയും രാജ്യദ്രോഹികളുടെ പട്ടികയിലേക്ക് പറയേണ്ടി വരും. അങ്ങനെ ഇടവരുത്താതിരിക്കട്ടെ. നമുക്ക് കൃത്യമായ തിരുത്തലുകൾ ഏത് ഭാഗത്താണോ ആവശ്യം അതിനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ശക്തിയും നമുക്ക് ആർജിക്കേണ്ടതുണ്ട്. തിരുത്തേണ്ടത് തിരുത്തി തന്നെ പോകണം. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മൾ രാജ്യദ്രോഹികളെന്ന മുദ്ര കുത്തി മറ്റുള്ളവരാൽ അപഹാസ്യതരാകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക.